അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അവസാന കാലത്ത് ആവിർഭവിക്കുന്ന യുഗപ്രഭാവനായ ഒരു ആത്മീയ പരിഷ്കർത്താവിനെ കുറിച്ച് വിവിധ മതഗ്രന്ഥങ്ങളിൽ പ്രവചനമുണ്ട്. ഇത് സംബന്ധിച്ച് നമ്മുടെ യജമാനനും പ്രവാചക വരേണ്യനുമായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില പ്രധാനപ്പെട്ട പ്രവചനങ്ങൾ മാത്രം ചർച്ച ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു സത്യാന്വേഷകന് അദ്ദേഹത്തെ കണ്ടെത്താൻ ഇത് സഹായകമാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനപ്രകാരം റമദാൻ മാസത്തിലെ നിർണിത ദിവസങ്ങളിൽ സംഭവിച്ച സൂര്യചന്ദ്രഗ്രഹണങ്ങൾ വാഗ്ദത്ത പരിഷ്കർത്താവിൻ്റെ ആഗമനത്തിനുള്ള അനിഷേധ്യമായ അടയാളമാണ്. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നു, അവൻ അദൃശ്യകാര്യങ്ങൾ അറിയുന്നവനാണ്. അവൻ്റെ ഗോപ്യമായ അറിവ് ആർക്കും വെളിപ്പെടുത്തി കൊടുക്കുന്നതല്ല. അവൻ തിരഞ്ഞെടുത്ത ഒരു ദൂതനല്ലാതെ. വിശുദ്ധ ഖുർആൻ 72 സൂറത്തിലെ 27-28 വചനങ്ങളാണിവ. ദൈവദൂതന്മാർ ദൈവവുമായി അടുത്ത ബന്ധം പുലർത്തുന്നവരാണെന്നും അദൃശ്യജ്ഞാനത്തെക്കുറിച്ച് അറിവ് അവർക്ക് മാത്രമേ നൽകപ്പെടുകയുള്ളൂവെന്നും അതിനാൽ അവർക്ക് സ്പഷ്ടമായ പ്രവചനങ്ങൾ നടത്താൻ കഴിയുമെന്നും ഈ വചനങ്ങൾ വ്യക്തമാക്കുന്നു. അള്ളാഹുവിൽ നിന്ന് അതിസമൃദ്ധമായ അദൃശ്യജ്ഞാനങ്ങളുടെ വരലബ്ധി കൊണ്ടനുഗ്രഹീതനായിരുന്നു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവസാന കാലത്ത് ലോകം ദൈവമാർഗത്തിൽ നിന്ന് വ്യതിചലിക്കുമ്പോൾ ഒരു മഹ്ദി മസീഹിൻ്റെ ആവിർഭാവമുണ്ടാവുമെന്നും ആ മഹാത്മാവിലൂടെ സത്യവിശ്വാസം പുനഃസ്ഥാപിക്കപ്പെടുമെന്നും അങ്ങനെ ഇസ്ലാം പുനരുജ്ജീവിപ്പിക്കപ്പെടുമെന്നും തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവചിക്കുകയുണ്ടായി. മഹ്ദി മസീഹിൻ്റെ ആവിർഭാവത്തെ കുറിക്കുന്ന പല അടയാളങ്ങളെ സംബന്ധിച്ചും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ അരുളുകയുണ്ടായി. ഇന്ന് നമ്മൾ സൂര്യചന്ദ്രഗ്രഹണങ്ങളെ പറ്റിയുള്ള വിശദീകരണമാണ് നടത്താൻ ആഗ്രഹിക്കുന്നത്. ഹദ്രത്ത് ഇമാം മുഹമ്മദ് ബാഖിർ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്ത ഒരു ഹദീസ് ആധികാരിക ഹദീസ് പണ്ഡിതനായ അലി ഇബ്നു ഉമർ അൽ ബാഗ്ദാദി അദ്ദാറുഖുത്നി ഹിജ്റ 360, 306, 385 കാലഘട്ടത്തിൽ ജീവിച്ച മഹാനാണ്. അദ്ദേഹം രേഖപ്പെടുത്തിയതായിട്ട് സുനൻ ദാറുഖുത്നി വാള്യം 1 188 പേജിൽ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ മഹ്ദിക്ക് 2 അടയാളങ്ങളുണ്ട്. ആകാശഭൂമികൾ സൃഷ്ടിക്കപ്പെട്ടതിന് ശേഷം ഈ അടയാളങ്ങൾ ഉണ്ടായിട്ടില്ല. അതായത് റമദാനിലെ ആദ്യ രാവിൽ ചന്ദ്രഗ്രഹണവും റമദാനിലെ മധ്യദിനത്തിൽ സൂര്യഗ്രഹണവും ഉണ്ടാവുന്നതാണ്. ഈ അടയാളങ്ങൾ വിവരിച്ച ഹദീസ് സുന്നികളുടെയും ഷിയാക്കളുടെയും ഹദീസ് ശേഖരത്തിൽ ഉൾപ്പെട്ടതാണ്. ഹിജ്റ 560 ഡൽഹിയുടെ പ്രാന്തപ്രദേശത്ത് ജീവിച്ച ഒരു വലിയ ഇപ്രകാരം എഴുതുകയുണ്ടായി. അദ്ദേഹം കാലഘട്ടത്തിൻ്റെ മഹ്ദിയും ഈസായുമായിരിക്കും. 2 ഗുണങ്ങളെ കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവനായി അദ്ദേഹത്തെ കാണുന്നു. സൂര്യചന്ദ്രന്മാരുടെ പ്രകാശം മങ്ങിപ്പോയതായും ഞാൻ കാണുന്നു. മുസ്ലിം ആഖിറുസ്സമാൻ മൗലവി ബഷീറുദ്ദീൻ അഹമ്മദ് ഡൽഹിയുടെ വാക്കുകളാണിവ. ഗ്രഹണത്തെ സംബന്ധിച്ച് ഇസ്ലാമിൻ്റെ പുനരുദ്ധാന കാലത്തിൻ്റെ സമാഗമം കുറിക്കുന്ന അതിപ്രധാന അടയാളമായി വിശുദ്ധ ഖുർആൻ ചൂണ്ടിക്കാട്ടുന്നു. ഈ വസ്തുത പ്രസ്തുത ഹദീസിനെ ബലപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. വിശുദ്ധ ഖുർആൻ പറയുന്നു, പുനരുദ്ധാന നാൾ എപ്പോഴാണെന്ന് അവൻ ചോദിക്കുന്നു. എന്നാൽ ദൃഷ്ടികൾ സ്തംഭിച്ചു പോകുകയും
ചന്ദ്രന് ഗ്രഹണം ബാധിക്കുകയും സൂര്യനും ചന്ദ്രനും ഒരുമിച്ച് കൂട്ടപ്പെടുകയും ചെയ്താൽ ആ നാളിൽ ഓടി രക്ഷപ്പെടാനുള്ള സ്ഥലം എവിടെയെന്ന് മനുഷ്യൻ ചോദിക്കും. ശുദ്ധ ഖുർആനിലെ 75-ാമത്തെ സൂറത്തിലെ ആയത്താണിവ. ഈ പ്രവചനത്തിൻ്റെ അടിവേര് വിശുദ്ധ ഖുർആനിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. ഹദീസ് ഈ വചനത്തെ വിശദീകരിക്കുകയും സുപ്രധാന വിവരങ്ങൾ നൽകുകയുമാണ് ചെയ്യുന്നത്. ബൈബിൾ പുതിയ നിയമത്തിൽ യേശുവിൻ്റെ രണ്ടാം വരവിൻ്റെ അടയാളങ്ങൾ വിവരിക്കുന്നത് കാണുക. ആ കാലത്തിൻ്റെ കഷ്ടം കഴിഞ്ഞ ഉടനെ സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കും. മത്തായി 24-ാം അധ്യായം 29-ാം വചനമാണിവ. മഹാത്മാ സൂർദാസ് ജി കൽക്കി അവതരിക്കുന്ന കാലത്ത് ചന്ദ്രനും സൂര്യനും ഗ്രഹണം ബാധിക്കുമെന്ന പ്രവചനത്തെപ്പറ്റി പ്രതിപാദിച്ചിട്ടുണ്ട്. ചന്ദ്രനും സൂര്യനും ഗ്രഹണം ബാധിക്കും. മരണവും കുഴപ്പവും മൂലം ഭൂമി കലുഷിതമാവും. സൂർസാഗർ എന്ന ഗ്രന്ഥത്തിൽ ഈ വചനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. സിഖുകാരുടെ പുണ്യഗ്രന്ഥമായ ഗുരു ഗ്രന്ഥ സാഹിബിൽ ഇങ്ങനെ കാണാം: മഹാരാജ് നിഷ്കളങ്കാവതാരമായി പ്രത്യക്ഷപ്പെടുമ്പോൾ സൂര്യനും ചന്ദ്രനും അദ്ദേഹത്തിന് സഹായകമാവും. ഗുരു ഗ്രന്ഥ സാഹിബിലാണിവള്ളത്. ചുരുക്കത്തിൽ സൂര്യചന്ദ്രന്മാരുടെ ഗ്രഹണത്തെപ്പറ്റി മറ്റു മതഗ്രന്ഥങ്ങളിലും പ്രതിപാദിക്കുന്നുണ്ട്. ഇനി മുകളിൽ പറഞ്ഞ ദാറുഖുത്നിയുടെ ഹദീസിൽ ഈ പ്രതിഭാസത്തെപ്പറ്റി കൂടുതൽ സൂക്ഷ്മമായ വിവരണങ്ങൾ നൽകിയിരിക്കുന്നു. സൂര്യചന്ദ്രഗ്രഹണം പ്രകൃതി നിയമങ്ങളുടെ വെളിച്ചത്തിൽ നമുക്കൊന്ന് പരിശോധിക്കാം. സൂര്യചന്ദ്രഗ്രഹണങ്ങൾ പ്രകൃതി നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ നടക്കുന്ന ഖഗോള പ്രതിഭാസങ്ങളാണ്. വിശുദ്ധ ഖുർആൻ പ്രകൃതി പ്രതിഭാസങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നിരന്തരം ക്ഷണിക്കുന്നു. ജ്യോതിശാസ്ത്രത്തെ സംബന്ധിച്ച ചില അടിസ്ഥാന വസ്തുതകൾ വിശകലനം ചെയ്യുന്നത് ഇവിടെ പ്രസക്തമാണെന്ന് തോന്നുന്നു. ഈ ഹദീസിനെ സംബന്ധിച്ച് കൂടുതൽ അവബോധം ആർജിക്കാൻ സഹായകമായിരിക്കും ഇത്. ഭൂമിയും സൂര്യനും ചന്ദ്രനും മൂന്നും ചേർന്ന് ഒരു ത്രികോണ വ്യവസ്ഥ രൂപപ്പെടുന്നു. വിശുദ്ധ ഖുർആൻ ഈ വ്യവസ്ഥയെ വളരെ മനോഹരമായി ഇപ്രകാരം വിവരിക്കുന്നു: ഭൂമിയിൽ അങ്കുരിക്കുന്നതിൽ നിന്നും അവരുടെ വർഗത്തിൽ നിന്നും സകല ഇണകളെയും സൃഷ്ടിച്ച അല്ലാഹു പരിശുദ്ധനാണ്. രാവ് അവർക്കൊരു ദൃഷ്ടാന്തമാണ്. അതിൽ നിന്നും പകലിനെ നാം ഊരിയെടുത്തു. അപ്പോൾ അവരതാ അന്ധകാരത്തിലായിരുന്നു. സൂര്യൻ അതിന് നിർണയിക്കപ്പെട്ട സഞ്ചാരപഥത്തിൽ ചരിച്ചുകൊണ്ടിരിക്കുന്നു. അത് പ്രതാപവാനും സർവജ്ഞനുമായ അല്ലാഹുവിൻ്റെ ആസൂത്രണമത്രേ. ചന്ദ്രന് നാം ചില പതനങ്ങൾ നിർണയിച്ചിട്ടുണ്ട്. അങ്ങനെ അത് പഴകി വരണ്ട ഈത്തപ്പഴ കുലത്തണ്ട് പോലെ വീണ്ടും ആയിത്തീരുന്നു. സൂര്യന് ചന്ദ്രനെ മുൻകടക്കാനാകില്ല. രാവ് പകലിനെ മറികടക്കുന്നതുമല്ല. അവയെല്ലാം അതിൻ്റെ സഞ്ചാരപഥങ്ങളിൽ നീന്തിക്കൊണ്ടിരിക്കുന്നു. വിശുദ്ധ ഖുർആൻ 38-ാം അധ്യായം 37 മുതൽ 42 വരെയുള്ള വചനങ്ങൾ. വിശുദ്ധ ഖുർആനിലെ 5 സൂക്തങ്ങളാണ് ഇവിടെ ഉദ്ധരിച്ചിരിക്കുന്നത്. ആദ്യത്തെ വചനത്തിൽ എല്ലാ വസ്തുക്കളും ഇണകളായിട്ടാണ് അഥവാ യുഗ്മങ്ങളായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതെന്ന മൗലികമായ വസ്തുത ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. രണ്ടാമത്തെ വചനത്തിൽ ഭൂമിയുടെ ഭ്രമണം കൊണ്ടാണ് രാവും പകലും ഉണ്ടാവുന്നതെന്ന് പ്രസ്താവിക്കുന്നു. മൂന്നാം വചനം സൂര്യൻ്റെ ചലനത്തെപ്പറ്റി പ്രതിപാദിക്കുന്നു. നാലാം വചനം ചന്ദ്രൻ്റെ ചലനത്തെപ്പറ്റി പറയുന്നു. അഞ്ചാം വചനത്തിൽ സൂര്യനും ചന്ദ്രനും പകലും രാവും എല്ലാറ്റിനെ പറ്റിയും ഒന്നായി പ്രതിപാദിക്കുകയും സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ചലനങ്ങൾക്ക് അതിൻ്റേതായ ചില നിർണയങ്ങളുണ്ടെന്ന വസ്തുതയിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുകയും ചെയ്യുന്നു. ഭൂമിയും ചന്ദ്രനും പരസ്പരം പ്രദക്ഷിണം ചെയ്യുന്നുവെന്നും അവ ഒരു പരിക്രമണം പൂർത്തിയാക്കാൻ 1 മാസം എടുക്കുന്നുവെന്നും ശാസ്ത്രം നമുക്ക് മനസ്സിലാക്കി തരുന്നു.
അവ രണ്ടും ചേർന്ന് ഒരു യുഗ്മ വ്യവസ്ഥ അഥവാ പെയർ സിസ്റ്റം രൂപപ്പെടുത്തിയിരിക്കുന്നു. ഭൂമിയും ചന്ദ്രനും സംയുക്തമായി സൂര്യനെ വലം വെക്കുകയും 1 വർഷം കൊണ്ട് ഒരു പരിക്രമണം പൂർത്തിയാക്കുകയും ചെയ്യുന്നു. അതായത് സൂര്യനും ഭൂമി ചന്ദ്രയുഗ്മവും ചേർന്ന് മറ്റൊരു യുഗ്മ വ്യവസ്ഥ സൃഷ്ടിച്ചിരിക്കുന്നു. ഇങ്ങനെ സൗരയുധത്തിൽ തന്നെ ജോഡികൾക്കുള്ളിൽ ജോഡികളായിക്കൊണ്ട് നിരവധി യുഗ്മ വ്യവസ്ഥകൾ കാണാവുന്നതാണ്. സൂര്യനും അതിൻ്റെ ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും ചേർന്ന് ഈ ക്ഷീരപഥത്തിൻ്റെ കേന്ദ്രത്തെ പ്രദക്ഷിണം ചെയ്യുന്നു. 100 ദശലക്ഷം വർഷങ്ങൾ കൊണ്ടാണ് ഈ പ്രദക്ഷിണം പൂർത്തിയാക്കുന്നത്. നമ്മുടെ ക്ഷീരപഥത്തിൽ തന്നെ കോടാനുകോടി നക്ഷത്രങ്ങൾ ക്ഷീരപഥത്തിൻ്റെ കേന്ദ്രത്തെ വിവിധ അകലഭേദങ്ങളോടെ പരിക്രമണം ചെയ്തുകൊണ്ടിരിക്കുന്നു. എല്ലാ വസ്തുക്കളും ഇണകളായിട്ട് സൃഷ്ടിച്ച നാഥൻ എത്ര പരിശുദ്ധൻ! ശുദ്ധ ഖുർആന്റെ ആയത്താണ്. ചന്ദ്രൻ ഭൂമിയെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ സൂര്യൻ്റെയും ഭൂമിയുടെയും ഇടയിൽ അവ ഒരു നേർരേഖയിൽ വരുന്നു. അപ്പോൾ ചന്ദ്രൻ സൂര്യബിംബത്തെ മറക്കുകയും ഭൂമിയിലേക്കുള്ള സൂര്യപ്രകാശത്തെ മറക്കുകയും ചെയ്യുന്നു. ഇതാണ് സൂര്യഗ്രഹണം. സൂര്യനും ചന്ദ്രനുമിടയിൽ ഒരു നേർരേഖയിൽ ഭൂമി വരുമ്പോൾ ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ പതിയുകയും ചന്ദ്രഗ്രഹണം സംഭവിക്കുകയും ചെയ്യുന്നു. ജ്യോതിശാസ്ത്രത്തിൽ സാങ്കേതികമായി സൂര്യഗ്രഹണം അമാവാസി ദിവസവും ചന്ദ്രഗ്രഹണം പൗർണമി ദിവസവും സംഭവിക്കുന്നു എന്നാണ് നാം പറയാറുള്ളത്. അമാവാസി ദിനത്തിൽ സൂര്യനും ചന്ദ്രനും രേഖാംശത്തിൽ വരുന്നു. അപ്പോൾ ചന്ദ്രനും സൂര്യനും യുതിയിലാണെന്ന് നാം പറയും. ഇങ്ങനെയാണെങ്കിലും എല്ലാ അമാവാസിയിലും അതുപോലെ വെളുത്തവാവിലും ഗ്രഹണം സംഭവിക്കണമെന്നില്ല. ഗ്രഹണം നടക്കണമെങ്കിൽ സൂര്യനും ചന്ദ്രനും ഭൂമിയും ഒരേ നേർരേഖയിൽ വരേണ്ടതുണ്ട്. ഭൂമിയുടെ സൂര്യന് ചുറ്റുമുള്ള ഭ്രമണപഥവും ഒരേ തലത്തിലായിരുന്നെങ്കിൽ മാസത്തിൽ 2 തവണ ഒരേ രേഖാംശത്തിൽ വരുമായിരുന്നു. അങ്ങനെയെങ്കിൽ എല്ലാ മാസവും ഒരു ചന്ദ്രഗ്രഹണവും ഒരു സൂര്യഗ്രഹണവും സംഭവിക്കുമായിരുന്നു. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. പ്രസ്തുത 2 ഗോളങ്ങളുടെയും ഭ്രമണപഥങ്ങളുടെ തലങ്ങൾ തമ്മിൽ 5 ഡിഗ്രിയുടെ വ്യത്യാസമുണ്ട്. ഈ വ്യത്യാസം കാരണം ഒരു വർഷത്തിൽ പരമാവധി 7 ഗ്രഹണങ്ങൾ മാത്രമേ സംഭവിക്കാൻ സാധ്യതയുള്ളൂ. അഥവാ 4 5 സൂര്യഗ്രഹണവും 2 3 ചന്ദ്രഗ്രഹണവും. ഒരു വർഷത്തിൽ ഏറ്റവും കുറഞ്ഞത് 2 സൂര്യഗ്രഹണങ്ങൾ സംഭവിക്കുന്നു. സൂര്യഗ്രഹണമാണ് ചന്ദ്രഗ്രഹണത്തേക്കാൾ കൂടുതൽ സംഭവിക്കുന്നത്. പക്ഷേ ചന്ദ്രഗ്രഹണം ദൃശ്യമാകുന്നതിനേക്കാൾ കുറഞ്ഞ അളവിൽ മാത്രമേ ഭൂമിയിൽ നിന്ന് സൂര്യഗ്രഹണം ദൃശ്യമാവുകയുള്ളൂ. അതിനാൽ ഭൂമിയിലെ ഏതെങ്കിലും ഒരു നിർദ്ദിഷ്ട സ്ഥലത്ത് സൂര്യഗ്രഹണത്തേക്കാൾ കൂടുതൽ ചന്ദ്രഗ്രഹണമാണ് അനുഭവപ്പെടുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് ഗോളശാസ്ത്രം സംബന്ധിച്ച ഗ്രന്ഥങ്ങൾ വായിക്കുക. ചന്ദ്രന്റെ ചലനം തികച്ചും സങ്കീർണമാണ്. ചന്ദ്രൻ ഭൂമിയെ ഒരു ദീർഘവൃത്ത ഭ്രമണപഥത്തിലൂടെയാണ് ഭ്രമണം ചെയ്യുന്നതെന്നാണ് ഏകദേശമായി കണക്കാക്കപ്പെടുന്നത്. ഈ ദീർഘവൃത്ത പഥത്തിലൂടെ ചന്ദ്രൻ സഞ്ചരിക്കുമ്പോൾ ഭൂമിയുമായുള്ള അകലത്തിനനുസരിച്ച് ചന്ദ്രന്റെ ഭ്രമണ വേഗതയ്ക്ക് വ്യതിയാനം സംഭവിച്ചുകൊണ്ടിരിക്കും. ചന്ദ്രൻ ഭൂമിയുമായുള്ള അകലം ഏറ്റവും കുറഞ്ഞിരിക്കുന്ന സ്ഥാനത്തെ ഉപഭൂസ്ഥാനം എന്നറിയപ്പെടും. ചന്ദ്രൻ ഉപഭൂസ്ഥാനത്തെത്തുമ്പോൾ ഭ്രമണവേഗത ഭൂമിയെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതലാകുന്നു. സൂര്യന്റെ ആകർഷണ ഫലമായി ഈ ഉപഭൂസ്ഥാനം മാറിക്കൊണ്ടിരിക്കും. ഈ കാരണത്താൽ ചന്ദ്രന്റെ ഭ്രമണവേഗത മാസത്തിന്റെ ആദ്യഘട്ടത്തിലും അന്ത്യഘട്ടത്തിലും ചിലപ്പോൾ അതിശീഘ്രമാവുന്നു. അപ്രകാരം ഭൂചന്ദ്ര ജോഡികളുടെ സൂര്യനുമായുള്ള അകലവും ഭ്രമണവേഗതയും കാരണം ഒരു പരിധിവരെ ആകർഷണ ശക്തിക്ക് വിധേയമായി മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. വിശുദ്ധ ഖുർആൻ പറയുന്നത് നോക്കൂ. സൂര്യനും ചന്ദ്രനും ഒരു നിശ്ചിത കണക്കനുസരിച്ച് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. വിശുദ്ധ ഖുർആൻ 55
സൂറത്ത് 6 അകലത്തിലും വേഗതയിലുമുള്ള വ്യതിയാനമനുസരിച്ച് ഗ്രഹണങ്ങളുടെ തീയതികളിലും മാറ്റം സംഭവിക്കുന്നു. അതുകൊണ്ട് ചില പരിമിതികൾക്ക് വിധേയമായിക്കൊണ്ടുള്ള തീയതികളിലാണ് സൂര്യചന്ദ്രഗ്രഹണങ്ങൾ സംഭവിക്കുന്നത്. ഖഗോളശാസ്ത്രജ്ഞന്മാർ ഗോളശാസ്ത്രപരമായി യുതി മുതൽക്കാണ് ചന്ദ്രമാസാരംഭം കണക്കാക്കുക. യുതി എന്നാൽ രണ്ടോ അതിലധികമോ ഗോളങ്ങൾ ഒരു ഋജുരേഖയിൽ വരുന്നതിനെയാണ് യുതി എന്ന് പറയുന്നത്. അതായത് സൂര്യനും ഭൂമിയും ചന്ദ്രനും യുതിയിലാണെങ്കിൽ ആ സമയം കറുത്ത വാവായിരിക്കും, അഥവാ അമാവാസിയായിരിക്കും. എന്നാൽ ഇസ്ലാമിക വർഷ ഗണനയനുസരിച്ച് ചന്ദ്രക്കല ദൃശ്യമാവുന്നത് മുതൽക്കാണ് മാസം ആരംഭിക്കുന്നത്. അതായത് ചന്ദ്രക്കല നഗ്നദൃഷ്ടി കൊണ്ട് കാണുവാൻ പാകത്തിൽ ദൃശ്യമാവണം. ഗോളശാസ്ത്രപരമായ മാസം, ആസ്ട്രോണമിക്കൽ ലൂണാർ മന്ത്, മോഡേൺ ഗൈഡ് ടു ആസ്ട്രോണമിക്കൽ കാൽക്കുലേഷൻസ് ഓഫ് ഇസ്ലാമിക് കലണ്ടർ, ടൈം ആൻഡ് കിബില എന്ന പുസ്തകപ്രകാരം ആരംഭിക്കുന്നത് അമാവാസി മുതൽക്കാണ്. അമാവാസി കഴിഞ്ഞ് 24 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമേ ചന്ദ്രക്കല കാണാൻ കഴിയൂ. കൂടുതൽ വിവരങ്ങൾക്ക് മാസപ്പിറവി സംബന്ധിച്ച് ഡോക്ടർ മുഹമ്മദ് ഇല്യാസ് എഴുതിയ ആസ്ട്രോണമിക്കൽ ലൂണാർ മന്ത്, മോഡേൺ ഗൈഡ് ടു ആസ്ട്രോണമിക്കൽ കാൽക്കുലേഷൻസ് ഓഫ് ഇസ്ലാമിക് കലണ്ടർ, ടൈം ആൻഡ് കിബില എന്ന പുസ്തകം വായിക്കുക. ചന്ദ്രമാസം അനുസരിച്ചുള്ള ഹിജ്റ വർഷം അനുസരിച്ചാണെങ്കിൽ ചന്ദ്രഗ്രഹണം മാസത്തിൻ്റെ 13, 14, 15 രാവുകളിലായിരിക്കണം സംഭവിക്കുക. സൂര്യഗ്രഹണം മാസത്തിൻ്റെ 27, 28, 29 ദിനങ്ങളിലുമാണ് സംഭവിക്കുക. പ്രവചനമനുസരിച്ച് ചന്ദ്രഗ്രഹണം പ്രസ്തുത തീയതികളിൽ ആദ്യ രാത്രിയിലും സൂര്യഗ്രഹണം മധ്യദിനത്തിലുമാണ് സംഭവിക്കുക. ഇത് പ്രകാരം റമദാനിലെ 13-ാം രാവിൽ ചന്ദ്രഗ്രഹണവും 28-ാം ദിനത്തിൽ സൂര്യഗ്രഹണവും ഉണ്ടാകുമെന്ന് നിർണയിക്കപ്പെടുന്നു. ഈ ഹദീസിൽ ഖമർ എന്ന പദമാണ് ചന്ദ്രനെ പറ്റി പ്രയോഗിച്ചിരിക്കുന്നത്. 1, 2, 3 രാവുകളിലെ ചന്ദ്രക്കലയെ ഹിലാൽ എന്നാണ് വിളിക്കുക. ഖമർ എന്ന പദം 4-ാം രാവ് മുതൽ വികസിച്ചു വരുന്ന ചന്ദ്രനെ കുറിക്കാനാണ് പ്രയോഗിക്കപ്പെടുന്നത്. അഖ്റബുൽ മവാരിദ് വാള്യം 2 എന്ന ഗ്രന്ഥത്തിൽ ഇത് സൂചിപ്പിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ റമദാനിലെ 1-ാം രാവ് എന്നതുകൊണ്ട് വിവക്ഷിക്കപ്പെടുന്നത് 13-ാം രാവാണ്, അല്ലാതെ മാസാരംഭത്തിലെ 1-ാം രാവല്ല. ഹദീസിൽ പ്രയുക്തമായ ഖമർ എന്ന പദം ഈ വസ്തുത അനിഷേധ്യമാം വിധം ബലപ്പെടുത്തും. ഹദീസുകളിലെ പ്രവചനം എപ്രകാരം പൂർത്തിയായി എന്ന് പരിശോധിക്കാം. ഭാരതത്തിലെ അജ്ഞാത വിദൂരസ്ഥമായ ഖാദിയാൻ എന്ന ഗ്രാമത്തിൽ ക്രിസ്തുവർഷം 1835 ഹദ്രത്ത് മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി അലൈഹിസ്സലാത്തു വസ്സലാം ഭൂജാതനായി. അനിതര സാധാരണമായ സൽഗുണനിഷ്ഠ, തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അതിരറ്റ അനുരക്തി, ഇവയായിരുന്നു അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ മുഗ്ധഭാവങ്ങൾ. ഇസ്ലാമിനെതിരെയുള്ള വിമർശകരുടെ നിശ്ചിതമായ കടന്നാക്രമണവും മുസ്ലിങ്ങളുടെ ജീർണമായ ആത്മീയ സ്ഥിതിയും അദ്ദേഹത്തെ വ്രണിതചിത്തനാക്കി. ഇസ്ലാമത സേവനത്തിനായി സ്വയം സമർപ്പിതനായ അദ്ദേഹം ലോകത്തിൻ്റെ ആത്മീയ പുനർജനിക്ക് വേണ്ടി തീക്ഷ്ണമായ ഹൃദയവേദനയോടെ നിതാന്തമായ പ്രാർത്ഥനകളിൽ മുഴുകി. ചരിത്രം സൃഷ്ടിച്ച അദ്ദേഹത്തിൻ്റെ വിഖ്യാതമായ കൃതി ബറാഹീനെ അഹമ്മദിയ 1880 മുതൽ 1884 വരെയുള്ള കാലയളവിൽ 4 വാള്യങ്ങളിലായി പ്രസിദ്ധീകരിച്ചു. ഇസ്ലാമിൻ്റെ സത്യം, വിശുദ്ധ ഖുർആന്റെയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും വിശിഷ്ടങ്ങൾ എന്നിവ ഈ വിശിഷ്ട കൃതിയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ഹദ്രത്ത് അഹ്മദ് അലൈഹി സ്വലാത്തു വസ്സലാം 1876 മുതൽ അദ്ദേഹത്തിൻ്റെ വിയോഗം വരെ ദൈവിക വെളിപാടുകൾ കൊണ്ട് അനുഗ്രഹീതനായിരുന്നു. 1882 അദ്ദേഹത്തിന് ദൈവത്തിൽ നിന്ന് താഴെ പറയുന്ന വചനങ്ങളിൽ ദൈവിക പരിഷ്കർത്താവായി നിയോഗിച്ചുകൊണ്ടുള്ള ദിവ്യബോധന ലഭിച്ചു.
ഓ അഹ്മദ്, അള്ളാഹു താങ്കളെ അനുഗ്രഹിച്ചിരിക്കുന്നു. നീ എറിഞ്ഞതെന്തോ അത് നീയല്ലേ എറിഞ്ഞത്. നിനക്ക് ഖുർആൻ പഠിപ്പിച്ച കരുണാനിധി, ആരുടെ പൂർവപിതാക്കൾക്ക് താക്കീത് ലഭിച്ചില്ലയോ അവരെ ജാഗരിപ്പിക്കാനും വൈപിയച്ചവരുടെ മാർഗം പ്രകടമാക്കുവാനും വേണ്ടി പ്രഖ്യാപിക്കുക: ഞാൻ ദൈവത്താൽ നിയോഗിതനാകുന്നു, ഞാൻ വിശ്വാസികളിൽ പ്രഥമസ്ഥാനീയനത്രേ. ബറാഹീനെ അഹ്മദിയ. അദ്ദേഹത്തിന് ഇപ്രകാരം വീണ്ടും വെളിപാട് ലഭിച്ചു: അവരോട് പറയുക, എൻ്റെ മേൽ അള്ളാഹുവിൽ നിന്നുള്ള സാക്ഷ്യമുണ്ട്, അപ്പോൾ നിങ്ങൾ വിശ്വസിക്കുമോ? അവരോട് പറയുക, എൻ്റെ മേൽ അള്ളാഹുവിൻ്റെ സാക്ഷ്യമുണ്ട്, അപ്പോൾ നിങ്ങൾ സമർപ്പണം ചെയ്യുമോ? ബറാഹീനെ അഹ്മദിയ. ദൈവിക നിർദ്ദേശപ്രകാരം 14-ാം നൂറ്റാണ്ടിലെ മുജദ്ദിദ് താനാണെന്ന് ഹദ്റത്ത് അഹ്മദ് അലൈഹിസ്സലാത്തു വസ്സലാം പ്രഖ്യാപിക്കുകയുണ്ടായി. ദൈവാജ്ഞയാൽ 1889 മാർച്ച് 23-ന് ലുധിയാനയിൽ വെച്ച് ശിഷ്യന്മാരിൽ നിന്ന് ആദ്യത്തെ ബയ്യത്ത് സ്വീകരിക്കുകയും അഹ്മദിയ ജമായത്ത് രൂപവൽക്കരിക്കുകയും ചെയ്തു. അഹ്മദിയ ജമായത്തിൻ്റെ പ്രഥമ ഖലീഫയായ ഹദ്റത്ത് അൽഹാജ് ഹാഫിസ് മൗലവി ഹക്കീം നൂറുദ്ദീൻ റളിയല്ലാഹു തആല അൻഹു ആയിരുന്നു ആദ്യമായി ബയ്യത്ത് സ്വീകരിച്ച ശിഷ്യപ്രമുഖൻ. അതേ ദിവസം 40 പേർ ഹദ്റത്ത് അഹ്മദ് അലൈഹിസ്സലാത്തു വസ്സലാമിന് ബയ്യത്ത് ചെയ്യുകയുണ്ടായി. ലൗകിക കാര്യങ്ങളെക്കാൾ മതകാര്യങ്ങളിൽ ജീവിതത്തിൽ മുൻതൂക്കം കൽപ്പിക്കുമെന്ന് ശിഷ്യന്മാർ പ്രതിജ്ഞ ചെയ്തു. ക്രിസ്തുവർഷം 1890 അവസാനത്തിൽ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം മരിച്ചു പോയിരിക്കുന്നു എന്ന് അദ്ദേഹത്തിന് ദിവ്യബോധനം ലഭിക്കുകയുണ്ടായി. അതായത് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വാഗ്ദാനം ചെയ്യപ്പെട്ട ഒരു മസീഹായിരുന്നുവെന്നും അദ്ദേഹത്തിൻ്റെ 2ാം വരവിനെ സംബന്ധിച്ച പ്രവചനം അദ്ദേഹത്തോട് സദൃശ്യമുള്ള മറ്റൊരു വ്യക്തിയിൽ പുലരുമെന്നും ഹദ്റത്ത് അഹ്മദ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ ദൈവം അറിയിച്ചു. അദ്ദേഹത്തിന് ലഭിച്ച ദിവ്യബോധനം ഇപ്രകാരമായിരുന്നു: മറിയമിൻ്റെ മകനായ മസീഹ് മരണപ്പെട്ടു പോയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഗുണങ്ങൾ വാഗ്ദാനപ്രകാരം നിന്നിൽ പുലർന്നിരിക്കുന്നു. അള്ളാഹുവിൻ്റെ വാഗ്ദാനം പൂർത്തീകരിക്കപ്പെടുക തന്നെ ചെയ്യും. തദ്ക്കിറ. അള്ളാഹുവിൽ നിന്നുള്ള ഈ വിശദീകരണം ലഭിച്ചതിന് ശേഷം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ച വാഗ്ദത്ത മഹ്ദിയും മസീഹും താനാണെന്ന് ഹദ്റത്ത് അഹ്മദ് അലൈഹിസ്സലാത്തു വസ്സലാം വാദിക്കുകയുണ്ടായി. തൻ്റെ ഈ വാദത്തിന് ഉപോത്ബലകമായി അദ്ദേഹം ന്യായവാദങ്ങൾ ഉന്നയിക്കുകയും ഗ്രന്ഥങ്ങൾ രചിക്കുകയുമുണ്ടായി. ഫത്ഹെ ഇസ്ലാം, തൗത്തീഹെ മറാം, ഇസാലെ ഔഹാം എന്നീ ഗ്രന്ഥങ്ങൾ അവയിൽ ചിലതാണ്. ജനങ്ങൾക്ക് ആത്മീയ ജീവനം നൽകാൻ ദൈവം തന്നെ നിയോഗിച്ചിരിക്കുകയാണെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. മതപൗരോഹിത്യം അദ്ദേഹത്തിൻ്റെ വാദത്തെ നിഷേധിക്കുകയും എതിർപ്പിൻ്റെ തീക്ഷ്ണമായ കൊടുങ്കാറ്റ് ഉയർത്തിവിടുകയുമുണ്ടായി. ഹദ്റത്ത് അഹ്മദ് അലൈഹിസ്സലാത്തു വസ്സലാം 1894 അറബിയിൽ രചിച്ച നൂറുൽ ഹഖ് എന്ന ഗ്രന്ഥത്തിൽ ദൈവത്തോടുള്ള തൻ്റെ ഹൃദയ നൊമ്പരത്തോടു കൂടിയുള്ള ആത്മീയ വിലാപം രേഖപ്പെടുത്തിയിരിക്കുന്നു. ഓ നാഥാ, ഞാൻ നിന്നിൽ നിന്നുള്ളവൻ തന്നെയല്ലയോ? എനിക്കെതിരെയുള്ള ശാപവചസ്സുകളും നിഷേധവും എല്ലാ സീമകളെയും അതിലംഘിച്ചിരിക്കുന്നു. ഞങ്ങളുടെയും ഞങ്ങളുടെ ജനതയുടെയും ഇടയിൽ വിധി കൽപ്പിക്കണമേ. നിശ്ചയം നീ തന്നെയാണ് ഏറ്റവും നല്ല വിധികർത്താവ്. ഓ നാഥാ, ആകാശത്ത് നിന്ന് നീ എനിക്കൊരു സഹായിയെ നൽകണമേ. ഞാനിതാ ഒരു ബലഹീനനെ പോലെ അപമാനിതനായിരിക്കുന്നു. ആളുകൾ എന്നെ നിഷേധിക്കുകയും പരിഹാസത്തിൻ്റെ കോട്ടയിൽ തള്ളുകയും ചെയ്തിരിക്കുന്നു. ബദർ ദിനത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തുണയേകിയതുപോലെ നീ എൻ്റെ സഹായത്തിന് വന്നണയണമേ. കനിവ് കാട്ടേണമേ. ഞങ്ങളുടെ നേരെ അനുതാപപൂർവം ചായേണമേ. കനിവ് കാട്ടുന്ന പരമകാരുണികൻ നീയാണല്ലോ. റൂഹാനി ഖസായിൻ വാള്യം 8 ഭാഗം 6. അദ്ദേഹത്തിനെതിരെ ഉന്നയിക്കപ്പെട്ട ആക്ഷേപങ്ങളിലൊന്ന് സൂര്യചന്ദ്രഗ്രഹണങ്ങളെ പറ്റിയുള്ള പ്രവചനം പൂർത്തീകരിക്കപ്പെട്ടില്ല എന്നായിരുന്നു. ഹിജ്റ 1311, ക്രിസ്തുവർഷം 1894 തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്തായ പ്രവചന പ്രകാരമുള്ള സൂര്യചന്ദ്രഗ്രഹണങ്ങൾ നിശ്ചിത ദിവസങ്ങളിൽ ഖാദിയാന്റെ മുകളിൽ ദൃശ്യമാക്കിക്കൊണ്ട് അള്ളാഹു ജ്യോതിർമണ്ഡലത്തിലെ ദൃഷ്ടാന്തം പ്രകടമാക്കി.
റമദാൻ 13-ന് അസ്തമിച്ച രാത്രി ചന്ദ്രഗ്രഹണവും അഥവാ മാർച്ച് 21-ന്, റമദാൻ 28-ന് അഥവാ ഏപ്രിൽ 6-ന് സൂര്യഗ്രഹണവും സംഭവിച്ചു. പഞ്ചാംഗങ്ങളിൽ പ്രതിപാദിക്കപ്പെട്ടത് കൂടാതെ ഈ ഗ്രഹണത്തെ സംബന്ധിച്ച് ഇന്ത്യയിലെ ആസാദ്, സിവിൽ ആൻഡ് മിലിറ്ററി ഗസറ്റ് മുതലായ പ്രമുഖ പത്രങ്ങളും വാർത്ത പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ഓപ്പോൾസറുടെ ഗ്രഹണത്തിൻ്റെ സാമാന്യ നിയമം എന്ന പുസ്തകത്തിലും 1894 പ്രസിദ്ധീകരിച്ച നാവിക പഞ്ചാംഗത്തിലും ഇത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല, ചന്ദ്രൻ്റെ ഇപ്പോഴത്തെ സ്ഥാനത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള കണക്കുകളിൽ നിന്ന് റമദാനിലെ 13ഉം 28ഉം ദിവസങ്ങളിലാണ് സൂര്യചന്ദ്രഗ്രഹണങ്ങൾ സംഭവിച്ചതെന്ന് വ്യക്തമാവുന്നു. ആകാശത്തിലെ അത്ഭുതകരമായ ദൃഷ്ടാന്തം നോക്കിക്കണ്ട ശേഷം വാഗ്ദത്ത മസീഹ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്തായ ഈ പ്രവചനം അത്യഗാധമായ അവബോധം ജനിപ്പിക്കുമാറ് സസൂക്ഷ്മമായ വിശകലനം നടത്തിക്കൊണ്ട് നൂറുൽ ഹക്ക് അഥവാ സത്യത്തിൻ്റെ പ്രകാശം എന്ന ഗ്രന്ഥം രചിക്കുകയുണ്ടായി. മഹ്ദിയുടെ ആഗമനകാലത്ത് സംഭവിക്കുന്ന ഗ്രഹണത്തെ സംബന്ധിച്ച ഈ ഹദീസ് ദൈവിക വെളിപാടുകളെ അടിസ്ഥാനമാക്കി ഈ ഗ്രന്ഥത്തിൽ ഹദ്റത്ത് അഹ്മദ് അലൈഹി സ്വലാത്തു വസ്സലാം വ്യാഖ്യാനിക്കുകയുണ്ടായി. ചന്ദ്രഗ്രഹണം സംഭവിക്കാൻ സാധ്യതയുള്ള 3 രാവുകളിൽ ആദ്യത്തെ രാവിൽ ചന്ദ്രഗ്രഹണം സംഭവിക്കുകയും സൂര്യഗ്രഹണം നിർദ്ദിഷ്ടമായ 3 ദിനങ്ങളുടെ മധ്യത്തിലും സംഭവിക്കുകയും ചെയ്യുമെന്നാണ് ഈ ഹദീസിന്റെ യഥാർത്ഥ വിവക്ഷയെന്ന് അദ്ദേഹം വിശദീകരിക്കുകയുണ്ടായി. അതായത് റമദാൻ 13-ാം രാവിൽ ചന്ദ്രഗ്രഹണവും 28-ാം രാവിൽ സൂര്യഗ്രഹണവും സംഭവിക്കും. അത്ഭുതകരമാം വിധം ദൃഷ്ടാന്തീകരിക്കപ്പെട്ട ഈ ഗ്രഹണങ്ങളുടെ സവിശേഷതകളിലേക്ക് വാഗ്ദത്ത മസീഹ് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുകയുണ്ടായി. ആദ്യത്തിലും മധ്യത്തിലും എന്ന പ്രയോഗം 2 രീതിയിൽ പൂർത്തീകരിക്കപ്പെടുകയുണ്ടായി. അതായത് തീയതിയെ സംബന്ധിച്ചും സമയത്തെ സംബന്ധിച്ചും. 3 രാവുകളിലെ ആദ്യത്തെ രാവിൽ ചന്ദ്രഗ്രഹണം സംഭവിക്കുക മാത്രമല്ല, രാത്രിയുടെ ആദ്യ യാമങ്ങളിൽ തന്നെ ഖാദിയാനിൽ അത് ദൃശ്യമാവുകയും ചെയ്തു. അതുപോലെ സൂര്യഗ്രഹണം നിർദ്ദിഷ്ടമായ 3 ദിവസങ്ങളിലെ മധ്യ ദിവസത്തിൽ സംഭവിക്കുക മാത്രമല്ല, പൂർവാനത്തിൽ തന്നെ ഖാദിയാനിൽ അത് ദൃശ്യമാവുകയും ചെയ്തു. പ്രഭാതത്തിലല്ല സൂര്യഗ്രഹണം സംഭവിച്ചത്, മധ്യാഹ്നത്തിന് തൊട്ട് മുമ്പാണ് ഖാദിയാനിൽ അത് ദൃശ്യമായത്. ഹദീസിൽ പ്രയോഗിച്ച നിസ്ഫ് എന്ന പദത്തിന് പകുതി എന്നാണ് അർത്ഥം. കൽക്കത്ത സ്റ്റാൻഡേർഡ് സമയപ്രകാരം ചന്ദ്രഗ്രഹണം വൈകുന്നേരം 7 മണിക്കും 9:30 മണിക്കും ഇടയിലും സൂര്യഗ്രഹണം പൂർവാനത്തിൽ 9 മണിക്കും 11 മണിക്കും ഇടയിലാണ് സംഭവിച്ചത്. ദൈവിക വെളിപാടുകളുടെ സഹായത്താൽ ഹദ്റത്ത് അഹ്മദ് അലൈഹി സ്വലാത്തു വസ്സലാം ഹദീസിന്റെ അതിഗഹനമായ അർത്ഥതലങ്ങളെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നു: ചന്ദ്രഗ്രഹണം റമദാൻ ആദ്യ രാത്രിയിൽ സംഭവിക്കുമെന്ന പ്രസ്താവനയുടെ അർത്ഥം ഇതാണ്. പൗർണമി മാസികൾ എന്നറിയപ്പെടുന്ന 3 പൂർണ്ണചന്ദ്രരാവുകളിൽ ആദ്യ രാത്രിയിൽ ചന്ദ്രഗ്രഹണമുണ്ടാകും. വെളുത്ത രാത്രികൾ എന്നതിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയാമല്ലോ. കൂടാതെ പൂർണ്ണചന്ദ്രരാവുകളിൽ ആദ്യത്തെ രാത്രി ഇവിടെ ആരംഭത്തിൽ തന്നെ ഗ്രഹണം സംഭവിക്കുമെന്ന സൂചന ഇതിലടങ്ങിയിരിക്കുന്നു. രാത്രിയുടെ അവസാന യാമങ്ങളിലല്ല. അറിവുള്ളവർക്ക് ഇക്കാര്യം എളുപ്പം മനസ്സിലാവും. ഈ രാജ്യത്തെ അനേകം പേരുടെ ദൃക്സാക്ഷ്യത്തോടെയാണ് ചന്ദ്രഗ്രഹണം സംഭവിച്ചത്. നൂറുൽ ഹക്ക് വാള്യം 2. തുടർന്ന് സൂര്യഗ്രഹണത്തെ സംബന്ധിച്ച് അദ്ദേഹം ഇപ്രകാരം എഴുതുകയുണ്ടായി: സൂര്യഗ്രഹണം മധ്യത്തിൽ ഉണ്ടാവുമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം സൂര്യഗ്രഹണങ്ങൾ സംഭവിക്കാവുന്ന ദിനങ്ങളെ പകുതിയാക്കുക. പകുതിയാക്കുമ്പോൾ 2ാമത്തെ പകുതിയിലാണ് ഗ്രഹണം സംഭവിക്കേണ്ടത്. ഇത് 2ാമത്തെ ദിവസത്തെ മധ്യാഹ്നത്തിന് അപ്പുറം കടക്കാൻ പാടില്ല. കാരണം മധ്യാഹ്നമാണല്ലോ പകുതിയുടെ അതിർത്തി. അതായത് അള്ളാഹു വിധിച്ച പ്രകാരം ചന്ദ്രഗ്രഹണം സംഭവിക്കാവുന്ന 3 രാത്രിയിലെ ആദ്യ രാത്രിയിൽ ചന്ദ്രഗ്രഹണവും സൂര്യഗ്രഹണം സംഭവിക്കാവുന്ന പകൽ ദിനങ്ങളിലെ മധ്യനേരത്ത് സൂര്യഗ്രഹണവും പ്രവചനപ്രകാരം നടക്കുകയുണ്ടായി. ലോകപരിഷ്കരണത്തിനായി നിയുക്തരാവുന്ന അള്ളാഹുവിൻ്റെ പരിഷ്ടദാസർക്കല്ലാതെ പരോക്ഷ ജ്ഞാനങ്ങൾ വെളിപ്പെടുത്തുകയില്ല. ചുരുക്കത്തിൽ ഈ ഹദീസ് അള്ളാഹുവിൻ്റെ ദൂതനിൽ നിന്നുള്ളത് തന്നെയാണെന്നതിന് യാതൊരു സംശയവുമില്ല. നൂറുൽ ഹക്ക് 2-ാം വാള്യം. മുൻപ് പറഞ്ഞതുപോലെ വിശുദ്ധ ഖുർആൻ ചന്ദ്രഗ്രഹണത്തെയും സൂര്യഗ്രഹണത്തെയും പറ്റി പ്രതിപാദിച്ചിട്ടുണ്ട്.
ഖുർആൻ ഇവിടെ ചന്ദ്രഗ്രഹണത്തിന് കസഫ എന്ന പദമാണ് ഉപയോഗിച്ചത്. ഇതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് വാഗ്ദത്ത മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, ഖുർആൻ സൂര്യഗ്രഹണത്തെ പ്രതിപാദിക്കാൻ കസൂഫ് എന്ന പദം പ്രയോഗിക്കാത്തത് മറ്റൊരു കാര്യത്തിലേക്ക് സൂചന നൽകുന്നു. അതായത് ചന്ദ്രഗ്രഹണത്തിന് ശേഷം സംഭവിച്ച ഈ സൂര്യഗ്രഹണം അസാധാരണവും അപൂർവവുമായ ഒന്നാണ്. നിങ്ങൾ ഇതിലേക്ക് ദൃക്സാക്ഷികളെ അന്വേഷിക്കുകയോ നിരീക്ഷിക്കുകയോ ചെയ്യുകയാണെങ്കിൽ വിചിത്രവും അസാധാരണവുമായ സവിശേഷതകൾ ഈ ഗ്രഹണത്തിനുള്ളതായി കാണാം. പയനീർ, സിവിൽ ആൻഡ് മിലിറ്ററി ഗസറ്റ് എന്നീ പത്രങ്ങൾ ഇത് വ്യക്തമാക്കിയിട്ടുണ്ട്. 1894 മാർച്ചിലാണ് ഈ 2 പത്രങ്ങളും ഈ വാർത്ത പ്രസിദ്ധീകരിച്ചത്. നൂറുൽ ഹക്ക് വാള്യം 2. ഗ്രഹണങ്ങൾ 2 വിധത്തിലുണ്ട്. ഒന്ന് വ്യക്തമായി കാണുന്നതും മറ്റൊന്ന് അവ്യക്തമായവയും. പ്രൊഫസർ മിച്ചൽ ഗ്രഹണങ്ങളെ 4ആയി വർഗീകരിക്കുകയുണ്ടായി. 1 അപൂർണം, 2 വലയാകാരം, 3 സമ്പൂർണം, 4 വലയാകാര സമ്പൂർണം. അപൂർണ ഗ്രഹണ സമയത്ത് സൂര്യൻ പൂർണ്ണമായും മറക്കപ്പെടുന്നില്ല. വലയാകാര ഗ്രഹണമെന്നാൽ സൂര്യൻ്റെ മധ്യഭാഗം കറുത്തതായി കാണാം. അതിന് ചുറ്റും പ്രകാശം ഒരു വലയം പോലെ ജ്വലിച്ചു നിൽക്കും. സമ്പൂർണം സൂര്യഗ്രഹണത്തിൽ സൂര്യൻ പൂർണ്ണമായും മറക്കപ്പെടും. വലയാകാര സമ്പൂർണ്ണ സൂര്യഗ്രഹണം എന്നാൽ ഈ പദം സൂചിപ്പിക്കുന്നത് പോലെ വലയാകാരത്തിനും സമ്പൂർണതക്കും മധ്യേയുള്ള ഗ്രഹണമാണ്. അതായത് ഇത്തരം ഗ്രഹണങ്ങളിൽ ചന്ദ്രന്റെ നിഴലിൻ്റെ ശീർഷബിന്ദു ഭൂമിയിൽ തൊട്ടു നിൽക്കുന്നു. മേൽ വിവരിച്ച 4 ഗ്രഹണങ്ങളിൽ വെച്ച് വലയാകാര സമ്പൂർണ്ണ സൂര്യഗ്രഹണം വളരെ അപൂർവമാണ്. പ്രൊഫസർ മിച്ചൽ കഴിഞ്ഞ കാലത്ത് സംഭവിച്ച ഗ്രഹണങ്ങളുടെ വിവരങ്ങൾ ശേഖരിക്കുകയുണ്ടായി. ഒരു നൂറ്റാണ്ടിൽ ഏകദേശം 237 ഗ്രഹണങ്ങളാണ് സംഭവിക്കുക. അതിൽ 10 മാത്രമേ വലയാകാര സമ്പൂർണം ആകാറുള്ളൂ. ഹിജ്റ വർഷം 1311 റമദാൻ 28 സംഭവിച്ച സൂര്യഗ്രഹണം ഇത്തരത്തിലുള്ള വലയാകാര സമ്പൂർണ്ണ ഗ്രഹണമാണ്. ഇത് സാധാരണ സംഭവിക്കുന്ന മറ്റു ഗ്രഹണങ്ങളിൽ നിന്ന് വാഗ്ദത്ത മസീഹിന് അടയാളമായി സംഭവിച്ച ഗ്രഹണത്തെ വേർതിരിച്ചു നിർത്തുന്നു. മറ്റൊരു പ്രത്യേകത, ഈ സൂര്യഗ്രഹണങ്ങൾ 2ഉം ഇന്ത്യയിൽ ദൃശ്യമായിരുന്നു. ചന്ദ്രഗ്രഹണം ഭൂമിയുടെ ഒരു അർദ്ധഗോളം മുഴുവൻ ദൃശ്യമാവുന്നതാണ്. എന്നാൽ സൂര്യഗ്രഹണം ചന്ദ്രഗ്രഹണത്തെ അപേക്ഷിച്ച് ചുരുങ്ങിയ മേഖലയിൽ മാത്രമേ ദൃശ്യമാവുകയുള്ളൂ. സൂര്യഗ്രഹണം ചിലപ്പോൾ ജനസാന്ദ്രത കുറഞ്ഞ പ്രദേശത്തോ സമുദ്രമേഖലയിലോ ദൃശ്യമാകാറുണ്ട്. എന്നാൽ 1894 ഏപ്രിൽ 6-ാം തീയതി സംഭവിച്ച ഗ്രഹണം ഇന്ത്യയടക്കം ഏഷ്യയിലെ വിശാലമായ ഭൂമേഖലയിൽ കാണപ്പെടുകയുണ്ടായി. പ്രൊഫസർ TR വോൺ ഓപ്പോൾസർ സംഭവിച്ചു കഴിഞ്ഞതും ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നതുമായ ഗ്രഹണങ്ങളും BC 1208 മുതൽ AD 2161 വരെയുള്ള കാലയളവിലെ പട്ടിക ഗ്രഹണത്തിൻ്റെ സാമാന്യ നിയമങ്ങൾ എന്ന പുസ്തകത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. മാപ്പുകളുടെ സഹായത്തോടെ വ്യക്തമായ ഗ്രഹണപഥങ്ങൾ അദ്ദേഹം ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപൂർണം, സമ്പൂർണം, വലയാകാരം, സമ്പൂർണ്ണ വലയാകാരം എന്നീ രീതിയിൽ ഈ ഗ്രഹണങ്ങളെ വർഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. 1894 ഏപ്രിൽ 6-ാം തീയതി ഹിജ്റ വർഷം 1311 റമദാൻ 28 നടന്ന ഗ്രഹണത്തിൻ്റെ വിവരണവും ഈ പുസ്തകത്തിലുണ്ട്. 1894 ലണ്ടനിൽ പ്രസിദ്ധീകരിച്ച നാവിക പഞ്ചാംഗത്തിലും ഈ സൂര്യഗ്രഹണ പദം രേഖപ്പെടുത്തിയിട്ടുണ്ട്. വാഗ്ദത്ത മസീഹും അനുചര സംഘവും ഈ ഗ്രഹണങ്ങൾ കാദിയാനിൽ ദർശിക്കുകയുണ്ടായി. ഈ മഹത്തായ ദൃഷ്ടാന്തം ഈ രാജ്യത്ത് പ്രത്യക്ഷീഭവിച്ചതിൻ്റെ യാഥാർത്ഥ്യം ജനങ്ങൾ ചിന്തിക്കട്ടെ എന്ന് വാഗ്ദത്ത മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പ്രസ്താവിക്കുകയുണ്ടായി. അദ്ദേഹം പറയുന്നു, അല്ലയോ ദൈവദാസരെ, നിങ്ങൾ ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യുക. മഹ്ദി അറേബ്യയിലോ സിറിയയിലോ പ്രത്യക്ഷമാവുകയും അദ്ദേഹത്തിനുള്ള അടയാളം നമ്മുടെ നാട്ടിൽ പ്രകടമാവുകയും ചെയ്യുക എന്നത് വിഹിതമാണെന്ന് നിങ്ങൾ ധരിക്കുന്നുണ്ടോ?
അടയാളങ്ങൾ സാക്ഷ്യം വഹിക്കേണ്ട വ്യക്തിയിൽ നിന്നും അടയാളങ്ങൾ വേർപെടുത്തുക എന്നത് ദൈവജ്ഞാനത്തിന് ചേർന്നതല്ല. മഹ്ദി പൂർവ്വ ദിക്കിൽ പ്രത്യക്ഷമാകുകയും അടയാളം പശ്ചിമ ദിക്കിൽ പ്രത്യക്ഷമാകുകയും ചെയ്യുക എന്നത് സംഗതമാകുമോ? നൂറുൽ ഹക്ക് ഭാഗം 2. ചുരുക്കത്തിൽ, നമ്മുടെ പ്രാണപ്രിയനായ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തിട്ടുള്ള പ്രവചനം അതിസൂക്ഷ്മമായും മഹിതശോഭയോടെയും പൂർത്തീകരിക്കപ്പെട്ടു. അനുഗ്രഹ സമ്പൂർണനായ ദൈവം ഏറ്റവും നല്ല നിലയിൽ സൃഷ്ടിക്കുന്നവനാണ്. പരിശുദ്ധ ഖുർആനിലെ 23-ാം സൂറത്തിലെ 15-ാം ആയത്താണിത്. ക്രിസ്തുവർഷം 17-ാം നൂറ്റാണ്ടിലാണ് സർ ഐസക് ന്യൂട്ടൺ ഭൂമിയുടെ ആകർഷണ തത്വം കണ്ടുപിടിച്ചത്. ഗ്രഹണത്തെ സംബന്ധിച്ച അതിസൂക്ഷ്മമായ ഗണനങ്ങൾ ഈ കണ്ടുപിടുത്തത്തിന് മുമ്പ് അസാധ്യമായിരുന്നു. പക്ഷേ നമ്മുടെ യജമാനനും പ്രവാചക പ്രഭുവുമായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സർവജ്ഞനായ ദൈവത്തിൽ നിന്നുണ്ടായ അറിയിപ്പ് പ്രകാരം അതിശയകരമായ ഈ പ്രവചനം അറിയിക്കുകയുണ്ടായി. വാഗ്ദത്ത മസീഹിന്റെ ആവിർഭാവത്തെ സൂചിപ്പിക്കുന്നതിനായി ഇതിനേക്കാൾ വ്യക്തമായൊരു ആകാശ ദൃഷ്ടാന്തം മറ്റെന്തുണ്ട്? പരിശുദ്ധനായ അല്ലാഹുവിനത്രേ സർവസ്തുതിയും. ഓ നാഥ, മുഹമ്മദിലും അവിടത്തെ സന്താന പരമ്പരകളിലും നിന്റെ അനുഗ്രഹങ്ങൾ വർഷിക്കണമേ.